മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു വാര്യർ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കരിയറിൽ മികച്ച ഒരുപിടി വേഷങ്ങൾ ചെയ്ത് നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും നേടാൻ താരത്തിനായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാളത്തിലെ പ്രമുഖ നടന്മാർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയും ജാമ്യത്തിനായി കോടതിയിലേക്ക് നെട്ടോട്ടമോടുകയും ചെയ്യുന്ന ഈ ഒരു കാലത്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനോടൊപ്പം തമിഴിലും അടിച്ചു കയറി വരികയാണ് മഞ്ജു വാര്യർ. സ്റ്റൈൽ മന്നൻ രജനീകാന്തിനോടൊപ്പം ചുവടുവെക്കുന്ന ഗാനം യൂട്യൂബിൽ റെക്കോർഡുകൾ കടപുഴകുകയാണ്. TG ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയൻ എന്ന സിനിമയിലാണ് രജനീകാന്തിന്റെയും മഞ്ജുവിന്റെ തകർപ്പൻ പ്രകടനം. മനസ്സിലായോ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ലിറിക് വീഡിയോ യൂട്യൂബിലും എത്തി. റിലീസ് ചെയ്ത് ആദ്യത്തെ 2 മണിക്കൂറിൽ 10 ലക്ഷത്തിലധികം കാഴ്ചക്കാരെയാണ് ഗാനം സ്വന്തമാക്കിയത്. ട്രെൻഡിങ്ങിൽ തുടരുന്ന ഗാനത്തിന്റെ പ്രധാന ആകർഷണം രജനീകാന്തിന്റെയും മഞ്ജുവിന്റെയും ചുവടുകളാണ്. കറുപ്പണിഞ്ഞ് രജനിയും ചുവന്ന സാരിയിൽ മഞ്ജുവും ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നു. ചുവന്ന സാരിക്കൊപ്പം കൂളിംഗ് ഗ്ലാസ് ധരിച്ച് കൂൾ ലുക്കിലാണ് മഞ്ജു വാര്യർ. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ലൗഡ് പെർഫോമൻസുമായാണ് മഞ്ജു എത്തുന്നത്. അനിരുദ്ധ് രവിചന്ദ്രന്റെ മാന്ത്രിക സംഗീതത്തിൽ ഒരുക്കിയ ഗാനം 10,000 ഏറ്റെടുത്തു കഴിഞ്ഞു. ജയിലറിന് ശേഷം അനിരുദ്ധും രജനീകാന്തും ഒന്നിക്കുന്ന ഒരു ചിത്രമാണ് വേട്ടയൻ. ജയിലറിലെ ഗാനങ്ങൾ പോലെ ഈ ചിത്രത്തിലെ ഗാനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. ജയ് ഭീം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം സംവിധായകൻ ജ്ഞാനവേൽ ഒരുക്കുന്ന വമ്പൻ താരനിരയുള്ള ഒരു ആക്ഷൻ എന്റർടൈനർ ആണിത്. ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് രജനീകാന്ത് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. 32 വർഷങ്ങൾക്ക് ശേഷം രജനീകാന്തും അമിതാഭ് ബച്ചനും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത്. ഈ പടത്തിലാണ് മഞ്ജു പ്രധാന വേഷത്തിൽ എത്തുന്നത്. ഇതോടെ തമിഴ് ഇൻഡസ്ട്രിയിലും മലയാളത്തിന്റെ പ്രിയ നടി താരപദവിയിലേക്ക് ഉയർത്തപ്പെടുമെന്ന് വിലയിരുത്തുന്നുണ്ട്. പ്രമുഖ തമിഴ് ഇംഗ്ലീഷ് മാസികകൾ ഇക്കാര്യം എഴുതിയും കഴിഞ്ഞു. യഥാർത്ഥ സ്ത്രീ ശക്തിയുടെ പ്രതിനിധിയായിട്ടാണ് അവർ മഞ്ജുവിനെ വിലയിരുത്തുന്നത്. സത്യത്തിൽ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു താരമാണിവർ. 1978 സെപ്റ്റംബർ 10 തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ ഗിരിജ വാര്യരുടെയും മാധവ് വാര്യരുടെയും മകളായാണ് മഞ്ജുവിന്റെ ജനനം. തൃശൂരിലെ പുൾ എന്ന മനോഹര ഗ്രാമമാണ് ശരിക്കും അവരുടെ നാട്. ഒരു സാധാരണ ചിട്ടിക്കമ്പനി ജീവനക്കാരനായിരുന്നു മാധവൻ. അദ്ദേഹത്തിന്റെ ജോലി ആവശ്യമായിട്ടാണ് അവർ നാഗർകോവിലേക്ക് മാറിയത്. പുള്ളിലേക്കുള്ള മടങ്ങിപ്പോക്കുകളാണ് തന്റെ ഊർജമെന്നും ഒരു അഭിമുഖത്തിൽ മഞ്ജു പറയുന്നുണ്ട്. മാധവൻ എന്ന സാധു മനുഷ്യൻ കണ്ട സ്വപ്നത്തിന്റെ പേരാണ് മഞ്ജു വാര്യർ എന്ന് അവർ പറയും. ചേട്ടൻ മധു വാര്യരുമൊത്തുള്ള നാഗർകോവിലെ ജീവിതം ഇന്നും മിസ് ചെയ്യുന്നുണ്ടെന്ന് മഞ്ജു പലപ്പോഴും പറയാറുണ്ട്. അച്ഛന്റെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് കോർത്തുണ്ടാക്കിയതായിരുന്നു എന്റെ ചിലങ്ക എന്ന് മഞ്ജു എഴുതിയത് അതുകൊണ്ടായിരിക്കാം. നൃത്തം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വീട്ടമ്മയിൽ ഒതുങ്ങിപ്പോയ ജീവിതമായിരുന്നു അമ്മയുടേത്. ഗിരിജ വാര്യർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പണ്ട് ചെറുകഥകളും എഴുതിയിരുന്നു. പക്ഷെ പിന്നീട് ജീവിത പ്രാരാബ്ദം അവരുടെ ജീവിതം മാറ്റിമറിച്ചു. മക്കൾക്ക് ചിരിക്കാൻ വേണ്ടി മാധവൻ ഒരുപാട് കരച്ചിലുകൾ ഉള്ളിലൊതുക്കി. തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ചാണ് അയാൾ ആ കുടുംബത്തിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചത്. മധുവിന്റെ പഠനം സൈനിക സ്കൂളിലേക്ക് മാറിയപ്പോൾ അച്ഛനും അമ്മയും മഞ്ജുവും ആഴ്ചയിലൊരിക്കൽ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരും. വലിയ സന്തോഷത്തോടെയായിരുന്നു യാത്രയെങ്കിലും തിരിച്ചു പോകുമ്പോൾ ചേട്ടനില്ലാത്തതിന്റെ സങ്കടം മഞ്ജുവിന്റെ കണ്ണ് നിറയ്ക്കും. അച്ഛൻ അപ്പോൾ പാട്ട് പാടിക്കൊടുക്കും. ചിലപ്പോൾ തമിഴിലായിരിക്കും പാട്ട്. അച്ഛന് സുഖമില്ലാതായ നാളുകളിൽ ആകെ ഉലഞ്ഞെങ്കിലും ആ മക്കൾ അടുത്ത് തന്നെയുണ്ടായിരുന്നു. അമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോഴുള്ള അനുഭവം മഞ്ജു പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മുടി കൊഴിഞ്ഞു തുടങ്ങിയ ആ ദിവസം അന്നായിരുന്നു ഞാനും അച്ഛനുമൊക്കെ വല്ലാതെ സങ്കടപ്പെട്ടത്. പക്ഷെ ഞങ്ങൾ അത് പുറത്തു കാണിച്ചില്ല. അമ്മ തളരാൻ പാടില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അന്ന് രാത്രി ഞങ്ങൾ കൈകൾ ചേർത്ത് പിടിച്ച് ഒരു പ്രതിജ്ഞയെടുത്തു: ക്യാൻസറിനെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കും. അങ്ങനെ 20 വർഷത്തോളം അമ്മ ഊർജ്ജസ്വലായി ജീവിച്ചുവെന്ന് മഞ്ജു പറയുകയാണ്. പിന്നീട് അച്ഛനും ക്യാൻസർ വന്നു. അപ്പോഴും മഞ്ജുവിന്റെ കുടുംബം പതറിയില്ല. നാളെ എനിക്ക് ക്യാൻസർ വന്നാലും തളരില്ല, കാരണം അനുഭവങ്ങൾ അത്രയേറെ ആത്മവിശ്വാസം എനിക്ക് തന്നിട്ടുണ്ടെന്ന് മഞ്ജു വാര്യർ പറയുന്നു. ആദ്യം സ്വന്തം രോഗത്തെ തോൽപ്പിക്കാനും പിന്നെ ഭർത്താവിന്റെ വേർപാട് മറക്കാനും ചിലപ്പോഴൊക്കെ മക്കൾ അടുത്തില്ലാത്ത ഏകാന്തത മറികടക്കാനും ഗിരിജ വാര്യർ യോഗ പഠിക്കാനും തുടങ്ങി. എന്നോ ഉപേക്ഷിച്ചു പോയ നൃത്തത്തെ തിരികെയും പിടിച്ചു. ചിലങ്ക കെട്ടി കഥകളിയാടി ഓർമ്മകൾ എഴുതാനും തുടങ്ങി. അങ്ങനെ അമ്മ സന്തോഷിക്കുന്നത് താൻ കണ്ടുവെന്ന് മഞ്ജു പറയുകയാണ്. പിന്നീട് മഞ്ജുവിന്റെ ചേട്ടൻ മധു വാര്യർ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായ ലളിതം സുന്ദരത്തിൽ വേഷമിട്ടപ്പോൾ താൻ തന്റെ കുടുംബത്തെയാണ് ഓർത്തതെന്ന് താരം പറയുന്നു. കണ്ണൂർ ചിന്മയ വിദ്യാലയത്തിലും ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലുമായാണ് മഞ്ജു സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്.
സ്കൂൾ യുവജനോത്സവത്തിലെ കലാതിലക പട്ടമാണ് മഞ്ജുവിനെ സിനിമയിലേക്ക് എത്തിക്കുന്നത്. 2 വർഷം തുടർച്ചയായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ അവർ കലാതിലക പട്ടമണിഞ്ഞു. അന്ന് കലാതിലകം എന്നാൽ മാധ്യമങ്ങളിലൊക്കെ ഫോട്ടോ വരികയും വല്ലാതെ പ്രശസ്തി കിട്ടുകയും ചെയ്യുന്ന ഒരു സമയമാണ്. മോഹാരവം എന്ന ടെലിവിഷൻ സീരിയലിലൂടെയാണ് താരം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. 1995 തന്റെ 17ാം വയസ്സിലാണ് മഞ്ജു ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത്. സാക്ഷ്യം എന്ന ചിത്രമായിരുന്നു അത്. തൊട്ടടുത്ത വർഷം സൂപ്പർ ഹിറ്റായ ലോഹിതദാസ് രചിച്ച സല്ലാപം എന്ന സിനിമയിലൂടെ നായികയുമായി. ദിലീപ് ആയിരുന്നു ആ ചിത്രത്തിലെ നായകൻ. പിന്നീട് മഞ്ജുവിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ശോഭന, രേവതി, ഉർവശി, പാർവതി തുടങ്ങിയവർ അടക്കി വാണ മലയാള സിനിമയിലെ നായിക പദവിയിലേക്ക് മഞ്ജു നടന്നു കയറി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കരിയറിൽ മികച്ച ഒരുപിടി വേഷങ്ങൾ ചെയ്ത് നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും നേടാൻ താരത്തിനായിരുന്നു. ദേശീയ സംസ്ഥാന അവാർഡുകളും ഫിലിം ഫെയർ അവാർഡും അവർ വാരിക്കൂട്ടി. കലാമൂല്യവും വാണിജ്യപരമായ ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു. അഭിനയ മികവ് തന്നെയായിരുന്നു മഞ്ജുവിന്റെ കൈമുതൽ. ഏത് വേഷവും തനിക്കിണങ്ങുമെന്ന് തെളിയിക്കാൻ മഞ്ജുവിന് അധികകാലം ഒന്നും വേണ്ടി വന്നില്ല. വിവാഹത്തിന് മുൻപ് വെറും 3 വർഷം മാത്രമാണ് മഞ്ജു സിനിമയിൽ ഉണ്ടായിരുന്നത്. അതിനിടെ 20ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. കണ്ണെഴുതി പൊട്ടും തൊട്ടു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ പ്രത്യേക പരാമർശം സ്വന്തമാക്കി. ഈ പുഴയും കടന്നെന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു. മോഹൻലാലിന്റെ 6ാം തമ്പുരാനിലെ ഉണ്ണിമായയൊക്കെ വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിട്ടും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കുന്നു. അതിൽ മോഹൻലാലും ഒത്തുമുള്ള സീനുകളൊക്കെ ഇന്നും ട്രോളുകളായും മീമുകളായും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. അതുപോലെ സമ്മർ ഇൻ ബദലഹീം എന്ന സുരേഷ് ഗോപി ജയറാം ചിത്രത്തിലെ മഞ്ജുവിന്റെ പ്രകടനം ഒന്ന് കാണണം. നടന്മാരെ പിറകോട്ടടുപ്പിച്ചുകൊണ്ട് ഒരു നടി കയറി വരുന്നത് അക്കാലത്താണ്. ഏറെ കാലത്തിന് ശേഷം മലയാളത്തിന് ഒരു ലേഡി സൂപ്പർ സ്റ്റാറിനെ ലഭിച്ചു എന്ന് സിനിമാ മാഗസിനുകളും എഴുതിയ ഒരു കാലം. അതോടെ മഞ്ജുവിന് വേണ്ടി എഴുത്തുകാർ കഥകൾ ഉണ്ടാക്കാനും തുടങ്ങി. നായിക കേന്ദ്രീകൃതമായ മലയാള സിനിമ ഒട്ടാകെ നായിക കേന്ദ്രീകൃതമാവാൻ തുടങ്ങിയെന്നും സാക്ഷാൽ MT വാസുദേവൻ നായർ തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ വേണു സംവിധാനം ചെയ്ത ദയ എന്ന ചിത്രത്തിലെ നായിക വേഷം മഞ്ജുവിനെ മുന്നിൽ കണ്ടാണ് എഴുതിയതെന്നും മഞ്ജു ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു അറേബ്യൻ പശ്ചാത്തലത്തിലുള്ള കഥ താൻ സിനിമയാക്കില്ല എന്ന് MT പറയുന്നുണ്ട്. അതുപോലെ കന്മദം എന്ന സിനിമയിൽ ഒരു കൊല്ലപ്പണിക്കാരിയായുള്ള മഞ്ജുവിന്റെ പ്രകടനം കണ്ട് താൻ തന്നെ അമ്പരന്ന് പോയെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ ലോഹിതദാസും പറഞ്ഞിട്ടുണ്ട്. ഇരുമ്പ് പഴുപ്പിച്ചടിക്കുന്ന സീനിലൊക്കെ മഞ്ജു ഒരു പരകായ പ്രവേശം തന്നെ നടത്തുകയായിരുന്നുവെന്ന് ലോഹിതദാസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കത്തി നിൽക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചതുപോലെ ആയിപ്പോയി വിവാഹത്തോടെയുള്ള മഞ്ജുവിന്റെ വിരമിക്കൽ. 98-ൽ നടൻ ദിലീപുമായുള്ള പ്രണയ വിവാഹത്തെ തുടർന്ന് അവർ പൂർണ്ണമായും സിനിമയിൽ നിന്ന് മാറി നിന്നു. അവസാനം അഭിനയിച്ച 6ാം തമ്പുരാന്റെ സെറ്റിൽ വെച്ച് തന്നെ അവർ ഒളിച്ചോടി. സിനിമ മുടങ്ങുമോ എന്ന് വരെ നിർമ്മാതാക്കൾക്ക് ഭയമുണ്ടായിരുന്നു. അന്ന് മലയാള സിനിമയിൽ ഒന്നുമല്ലായിരുന്നു ദിലീപ്, ഒരു സാധാരണ നടൻ മാത്രം. വിവാഹത്തിന് ശേഷം ദിലീപിന്റെ ചില വാക്കുകളും വ്യാപകമായി വിമർശിക്കപ്പെട്ടു. മഞ്ജു അഭിനയം നിർത്തുകയാണെന്നും എന്റെ ഭാര്യയെ മറ്റൊരാൾ കെട്ടിപ്പിടിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന രീതിയിലായിരുന്നു ആ ഒരു പരാമർശം. ഇതിനെതിരെ നടി സുഹാസിനി അടക്കമുള്ളവർ രംഗത്തും എത്തിയിരുന്നു. പക്ഷെ പിന്നീട് മഞ്ജു വാര്യർ എന്ന നടിയെ മാത്രമല്ല വ്യക്തിയെയും പിന്നെ പൊതുവേദികളിൽ എവിടെയും കണ്ടില്ല. ഒരു ഇന്റർവ്യൂ പോലും ആർക്കും കിട്ടിയില്ല. ആലുവയിലെ സെൻട്രൽ ജയിലിലാണ് അവർ എന്ന് പോലും പലരും പരിഹാസമുയർത്തി. 14 വർഷങ്ങൾക്ക് ശേഷം 2012 ഒക്ടോബർ 24-നാണ് മഞ്ജു വാര്യർ വീണ്ടും അരങ്ങിലെത്തിയത്. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് അവർ നൃത്തം ചെയ്തത്. അന്ന് ദിലീപ് ചടങ്ങിന് എത്തിയതുമില്ല. ഇക്കാര്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് അത് അദ്ദേഹത്തിന്റെ തിരക്കുകൊണ്ടാണ് എന്ന് മാത്രമാണ് അവർ മറുപടി പറഞ്ഞത്. പക്ഷേ ദിലീപിന് എല്ലാ ഐശ്വര്യവും വന്നത് മഞ്ജുവുമായുള്ള വിവാഹത്തിന് ശേഷമാണ്. അയാൾ ചെറിയ വേഷങ്ങളിലൂടെ പടിപടിയായി ഉയർന്നു. അവസാനം മലയാള സിനിമയെ സമ്പൂർണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പവർ ഗ്രൂപ്പിലെ അംഗമായി മാറി. 2012-ന് ശേഷം നിരന്തരമായ ഗോസിപ്പുകളാണ് മഞ്ജുവിനെയും ദിലീപിനെയും കുറിച്ച് കേട്ടത്. അവർ വിവാഹമോചിതരായി എന്ന് ഇടയ്ക്ക് വാർത്തകൾ വരും. ഒരിക്കൽ അവർ ഡിവോഴ്സ് പെറ്റീഷൻ നൽകി കോടതിയിൽ വരുന്നു എന്ന വ്യാജേന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആലുവ കോടതിയിൽ ജനം തടിച്ചുകൂടിയിരുന്നു. പക്ഷേ അവസാനം അത് തന്നെ സംഭവിച്ചു. ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞു. മുൻ ഭർത്താവിനെ കുറിച്ച് പരസ്യമായി യാതൊരു കുറ്റവും പറയാതെ അവർ കണ്ണീരോടെ മടങ്ങി. 2014-ൽ വിവാഹമോചനത്തിന് ശേഷം കല്യാൺ ജ്വല്ലറിയുടെ പരസ്യത്തിൽ ഇതിഹാസ നടൻ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയത്. അതേ വർഷം ഹൗ ഓൾഡ് ആർ യു എന്ന റോഷൻ ആൻഡ്രൂസിന്റെ ചിത്രത്തിലൂടെ അവർ വെള്ളിത്തിരയിലും തിരിച്ചെത്തി.
ചിത്രം വലിയ വിജയമായി. ആ സമയത്തൊക്കെ മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിനായി മാധ്യമങ്ങൾ മുറവിളി കൂട്ടുകയായിരുന്നു. ഒരു നടിക്ക് വേണ്ടി മലയാള ഇൻഡസ്ട്രി കാത്തിരിക്കുന്നതും ഇതാദ്യമായിരുന്നു. എന്നാൽ ഒന്നാം വരവിലെ അത്ര ഹിറ്റുകൾ ഉണ്ടാക്കാനായില്ലെങ്കിലും രണ്ടാം വരവിലും അവർ താരപദവി നിലനിർത്തി. ഒടിയനിലെ ഇത്തിരി കഞ്ഞിയെടുക്കട്ടെ എന്ന ഡയലോഗ് ട്രോൾ ആയെങ്കിലും ലൂസിഫർ അടക്കമുള്ള നിരവധി വിജയ ചിത്രങ്ങൾ അവർക്കുണ്ടായി. ഇപ്പോൾ തുടർച്ചയായ പരാജയങ്ങളുമായി ദിലീപ് നിൽക്കുമ്പോഴും തമിഴിലടക്കം വെന്നിക്കൊടി നാട്ടി മഞ്ജു താരമാവുകയാണ്. ജാക്ക് ആൻഡ് ജിൽ എന്ന സിനിമയ്ക്കായി ആലപിച്ച കിം കിം എന്ന പാട്ട് വളരെയേറെ ജനപ്രീതി നേടി. ഇന്ന് പൊതുവേദികളിലും ചാനൽ പരിപാടികളിലും സജീവമാണ് മഞ്ജു. പരസ്യ വിപണിയിൽ മോഹൻലാലിനെ പോലെ ഏറ്റവും വിലപിടിച്ച ഒരു താരമായി. സിനിമയിലും സ്ത്രീ ശാക്തീകരണ വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്തത് പ്രശംസിക്കപ്പെട്ടു. കേരളത്തെ ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസിലും മഞ്ജുവിന്റെ ഇടപെടലാണ് നിർണായകമായത്. സംഭവത്തിൽ ദുരൂഹതയും ഗൂഢാലോചനയും ഉണ്ടെന്ന് തുടക്കം മുതൽ സംശയിച്ചതും അവർ മാത്രമാണ്. ചലച്ചിത്ര താരങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തിയ പൊതുയോഗത്തിൽ ദിലീപിനെ ആരും സംശയിച്ചിരുന്നില്ല. ഞാൻ നടുങ്ങിപ്പോയി, ഞെട്ടിപ്പോയി എന്നെല്ലാം നാടകം കളിച്ച് അയാൾ രക്ഷപ്പെട്ടു വരികയായിരുന്നു. പക്ഷെ മഞ്ജു ആരുടെ പേരും പറഞ്ഞില്ലെങ്കിലും സംഭവത്തിലെ ദുരൂഹതകൾ ചർച്ചയാക്കി. പിന്നീടാണ് പോലീസ് അന്വേഷണത്തിൽ ദിലീപ് അറസ്റ്റിലാവുന്നത്. തുടർന്ന് പോലീസിലും കോടതിയിലും മൊഴി മാറ്റാനുണ്ടായ വൻ സമ്മർദ്ദത്തെയും ആത്മാഭിമാനമുള്ള ഈ നടി ചെറുത്തു തോൽപ്പിച്ചു. സിദ്ദീഖും ഭാമയും ബിന്ദു പണിക്കരും ഇടവേള ബാബുവും അടക്കമുള്ള പല പ്രമുഖരും മൊഴിമാറ്റിയിട്ടും മഞ്ജു തന്റെ വാക്കുകളിൽ ഉറച്ചു നിന്നു. തന്റെ കൂട്ടുകാരെ ഒറ്റുകൊടുക്കാൻ അവർ തയ്യാറായില്ല. ഈ ഒരു രോഷത്തിന്റെ തുടർച്ചയായിരുന്നു സിനിമയിലെ സ്ത്രീ ശബ്ദം ഉയർന്നത്. വനിതകൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം എന്നോണം മഞ്ജുവിന്റെ നേതൃത്വത്തിൽ പുതിയ ചുവടുവെപ്പുകൾ ഉണ്ടായി. അതിന്ന് ഹേമ കമ്മിറ്റിയിലും WCCയിലും ഒക്കെ എത്തി നിൽക്കുന്നു. അതിന്റെ തുടർച്ചയായി ഉണ്ടായ ഹേമ കമ്മിറ്റിയാണ് ഇപ്പോൾ മലയാളികളെ നടക്കുന്നത്. അതിന്റെ പ്രകമ്പനങ്ങൾ ഇന്ത്യൻ സിനിമയിൽ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റിക്ക് മുൻപും പിൻപും എന്ന രീതിയിൽ മലയാള സിനിമാ ലോകം വിഭജിക്കപ്പെട്ടു.